സോ ഹലോ, വെൽക്കം ബാക്ക് യൂട്യൂബ്. കുറേ കാലമായി ഒരു വീഡിയോ എൻ്റെ പൊന്നും മോനെ, കുറേ കാലമായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് റിവ്യൂ വീഡിയോ ഒന്നും ചെയ്യാനിപ്പം ടൈം കിട്ടുന്നില്ല. അപ്പോൾ ഒന്നുമില്ല, വെറുതെ ഇന്നൊരു മഴയില്ലാത്ത ദിവസമാണെന്ന് തോന്നി. ഇന്നെന്തായാലും ഞാൻ നൈസായിട്ട് ഓഫ് എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളെ കാലിക്കറ്റ് വെങ്ങാലി ആയിരുന്നു. ഏതൊരു പാലുണ്ടായിരുന്നു, എനിക്ക് ആ പാലത്തിന് അതിൻ്റെ അടിയിൽ കൂടെ പോയിട്ടൊരു നൈസൊരു സ്പോട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് എന്തായാലും ഒന്ന് പോകുന്നു വെച്ചു. വലിയ വീഡിയോ ഒന്നുമല്ല, ചെറിയൊരു വീഡിയോ, കുറച്ച് POV റൈഡ് മാത്രം ഇട്ട് കുറച്ച് കൊള്ളിക്കുക വീഡിയോ. നോക്കട്ടെ, ഈ വണ്ടിയുടെ മുമ്പിൽ എങ്ങനെയും എത്തണം. എനിക്ക് കുറേ നേരം ഇതിൻ്റെ ബാക്ക് കണ്ട് മടുത്ത്. ഒന്നാമതേ വണ്ടീൻ്റെ മേലെ ചാക്ക, അയാൾ ആഞ്ഞൊരു പിടി പിടിച്ചാൽ ചാക്കട്ട മേലെ വേണം. അവിടെ തിരിഞ്ഞൻ. നാട്ടിൽ മൊത്തം ക്യാമറ, എന്ത് ചെയ്താലും പൊക്കും. അതുകൊണ്ട് മാനം മര്യാദയായിട്ട് ഓടിക്കാമെന്ന് വെച്ചു. പിന്നെ ഇവിടുത്തെ പോലീസുകാരെ ക്യാമറ ഇല്ലെങ്കിലും ബാക്കിയുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇട്ടോളും, അത് വേറെ കാര്യം. അപ്പം റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ മര്യാദയ്ക്ക് ഓടിക്കാം. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡിൽ ഓടിക്കുക, അത്ര തന്നെ. അല്ലാതെ ഇപ്പം എന്താ പറയാനാ. ഈ എൻ്റെ മോനെ ആ ബസ്സൊക്കെ വരുന്ന വിരൽ നോക്കി. ഈ എൻ്റെ ദൈവം, റോക്കറ്റ് ഓൺ 4 വീൽസ് എന്നൊക്കെ, സോറി 6 വീൽസ്. ഈ പാലത്തിൻ്റെ സൈഡിലൂടെ തന്നെ, ഈ സൈഡിൽ കൂടെ പോയിട്ട് ചെറിയൊരു ഓഫ് റോഡ് ഉണ്ട്, ചെറിയൊരു സ്ഥലം. നോക്കട്ടെ, ഇവിടെ തന്നെ ആയിരുന്നു. അതന്നെ സ്ഥലം തന്നെ. ചെറിയ ഓഫ് റോഡ്, റോഡ് തന്നെ ഓഫ് റോഡാ. എന്നിട്ടാണ് നമ്മൾ ട്രെയിനിൽ പോലും എത്തിയില്ല. എന്താലേ എൻ്റെ പൊന്നു മോനെ, ഞാൻ ആ ഹമ്പ് കണ്ടില്ലുള്ളത് പറയാലോ. ആംബുലൻസോ There is an ambulance. അപ്പം ഈ സ്ഥലം നമ്മളെ എക്സ്പൾസ് 4 റിവ്യൂ എടുക്കാൻ വന്നപ്പം ഞാൻ വന്ന സ്ഥലം ഈ വഴി കൂടി ആയിരുന്നത്, അതിൻ്റെ റിവ്യൂ എടുത്ത്. അപ്പം ഇവിടെ കുറേ ചെറിയ കൊച്ചു വഴികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൂടെ ഒക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചു. അതും നൈസാണല്ലോ. ആദ്യം എന്തായാലും നമുക്കറിയണ സ്ഥലത്ത് പോവാം, എന്നിട്ട് നമുക്കറിയാത്ത സ്ഥലത്ത് പോവാം. ഈശ്വരാ, പട്ടിയൊന്നും ഓടിക്കല്ലേ. പിന്നെ ഇപ്പോൾ ഇതുപോലത്തെ ചെറിയ റോഡിലും ക്യാമറാസ് ഉണ്ട്. അതായത് സ്പീഡ് ക്യാമറാസ് അല്ല, ലൈക്ക് ഹെൽമെറ്റ് ഇടാണ്ട് പോണവരെ പിടിക്കാൻ, അങ്ങനത്തെ അതിന് വേണ്ടിയിട്ട് വെച്ച ക്യാംസ് ഇല്ലേ, അത് ഒരുപാട് ചെറിയ ഇടവഴികളിലുണ്ട്. പട്ടി ഓടിക്കല്ലേ. ഇതൊരു ചെറിയ പാർക്കാണ് കേട്ടോ. ഇതിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കൊച്ചു കായൽ സൈഡ്, ഇവിടുന്ന് നൈസായിട്ട് വെള്ളമൊക്കെ വരുന്നുണ്ട്. അവിടെ ഇറങ്ങിയിരിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അത് അപ്പുറത്തോടെ പോകേണ്ടി വരും, അറിയില്ല. ഇതൊരു നൈസ് സ്പോട്ടാട്ടോ. വലിയ ഹെവി സ്പോട്ടൊന്നുമല്ല, ചെറിയൊരു കൊച്ചു സ്പോട്ട്. അവിടെ അതേതാ വഴി? എലൂടെയാ? നടന്നു പോണല്ലേ. ആ പാലം കയറിക്കൂടെ? ആ പാലം പൊളിഞ്ഞാ കയറിക്കൂടെ? വണ്ടി ഇവിടെ നൈസായിട്ടൊന്ന് സൈഡാക്കാം. അവിടെ ഏതോ ഒരു പാലമുണ്ട്, ആ പാലത്തിൻ്റെ മേലെ പോയി കുറച്ച് നേരം ഇരിക്കാം. ടൈം ലാപ്സ് എടുക്കാം, നോക്കട്ടെ. നൈസല്ലേ സ്പോട്ട്? ഇവിടെ അത്ര ആഴമൊന്നുമില്ല കേട്ടോ, ആ ഭാഗത്തേക്കാണ് ആളുള്ളത്. ഇവിടെ ജസ്റ്റ് നമുക്ക് കാലൊക്കെ ഇരിക്കാന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ വല്ല പാമ്പൊക്കെ ഉണ്ടായാലേ എത്ര ബിയർ ബോട്ടിലൊക്കെ കിടക്കണതാ. സ്ഥലം വൈബാണ്. രാത്രിയൊക്കെ നൈസായിരിക്കും, ചില്ലായിരിക്കും, ഇങ്ങനെ ഇരിക്കാം, സ്വസ്ഥതയായിരിക്കും. പട്ടികളുണ്ടാവും, അത് വേറെ കാര്യം.
നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു നോക്കാം. നോക്കട്ടെ, നാട്ടുകാർ പിടിച്ച് തല്ലില്ലെങ്കിൽ നടക്കാം, ഇല്ലെങ്കിൽ പണി കൊടുക്കും. ആ പാലത്തിലേക്ക് നടന്നു പോകുന്നതിലും ഭേദം ഏതിലൂടെ പോയാൽ നമുക്ക് വണ്ടിയും കൊണ്ട് പോകുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. കോമഡി എന്തെന്ന് വെച്ചാൽ നല്ല ഇടിയൊക്കെ വെട്ടുന്നുണ്ട്, നല്ല അടിപൊളി മഴക്കാറുണ്ട്. ഞാൻ കോട്ട എടുത്തില്ല, പക്ഷേ റെയിൻകോട്ട് കയ്യിലുണ്ട്. റെയിൻകോട്ട് ഇട്ടിട്ട് നോക്കാം. ഞാൻ എൻ്റെ വാട്ടർ പ്രൂഫ് കേസിങ്ങിൻ്റെ വാട്ടർ പ്രൂഫിൻ്റെ ഡോർ എടുത്തിട്ടില്ല, എൻ്റെ ഗോപ്രോൻ്റെ. മഴ പെയ്യുന്നതിന് മുന്നേ അവിടെ എത്തണം. വെറുതെ കുറച്ച് നേരം ഇരിക്കാമല്ലോ, വൈബാക്കാം. ആ സൈഡിലൊക്കെ നല്ല മഴക്കാറാട്ടോ. ഏതാ സൈഡ് ഒന്നും ചോദിക്കരുത്, എനിക്കറിയില്ല. വാ നമുക്ക് പോവാം. ഇതാണ് വഴി. ആ വഴിയല്ല, ആ വഴി തന്നെയാണ്, പക്ഷേ അതും ഇങ്ങോട്ടാണ് എത്തുക. ആണോ? ആ വഴി തന്നെയാണിത്. ഞാനിതിലൂടെ കയറി, കഴിഞ്ഞ പ്രാവശ്യം ഞാനിതിലൂടെ കയറി. ഇതും ഒരു പുഴവക്കം. അവിടെ ഒരു പുഴ, ഇവിടെ ഒരു പുഴ. പുഴ എന്ന് പറയാൻ പറ്റില്ല, കുളം. ആ പുഴ തന്നെ, പുഴൻ്റെ ഒരിക്കൽ. അയ്യോ, വണ്ടി നനയോ പടച്ചോനെ. ഒരു പ്രോപ്പർ വാട്ടർ ക്രോസിങ് ആയിരുന്നത്. നൈസ് സ്പേസ്. ഈ ഭാഗത്തുള്ള വെള്ളത്തിന് വൃത്തി എത്ര പോരാ കേട്ടോ. മറ്റേ സൈഡിൽ നല്ല വൃത്തി ഉണ്ടായിരുന്നു. ചേട്ടാ, ആ പാലത്തിന് അങ്ങോട്ട് എങ്ങനെ പോവാ അറിയാം? ആ അതെ, ഇത് ഈ ഫസ്റ്റ് കാണുന്ന റൈറ്റാ? റൈറ്റിൽ നേരെ തന്നെ പോയ പോരാ? വേറെ വഴിവും തിരിവൊന്നുമില്ലല്ലോ ആണല്ലേ? ആയിക്കോട്ടെ, താങ്ക്സ്. പുള്ളിക്കാരൻ എൻ്റെ പൊന്നോ, ഇതേതാ സ്ഥലം? ഇതാണോ സ്ഥലം? എടാ പൊളിയാണല്ലോ. പട്ടച്ചോൻ ഏതോ വീട്ടുമുറ്റത്താണല്ലോ എത്തി. ചേച്ചി, അങ്ങോട്ട് വഴിയില്ലല്ലോ, ഇത് ഡെഡ് എൻഡ് അല്ലേ? അവിടെ കയറിക്കൂടെ? അല്ല അതന്നെ, നടന്നു പോയിക്കൂടെ? കുഴപ്പമില്ലല്ലോ, ഇവിടെ നിർത്തിക്കൂടെ? അല്ല വണ്ടി ഒന്ന് ഇവിടെ നിർത്തട്ടെ. പട്ടച്ചോനെ, പൊളിഞ്ഞ് വീഴിലേക്ക്. അപ്പം പോയി 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 ഈ പാലത്തിൻ്റെ അടുത്തെത്തി. ഇവിടെ ഞാൻ ആദ്യമായിട്ടോ വരുന്നത്. നമ്മൾ നേരത്തെ നിന്ന സ്ഥലം ദേ ആ സ്ഥലമാണ്. അവിടെ നിന്ന് ഇവിടെ എത്താൻ കുറച്ച് ചുറ്റി തിരിച്ച് പോകാൻ വഴിയൊന്നും അറിയില്ല. പഠിച്ചോനെ, മെല്ലെ പോണ വഴി നോക്കി പോവാം. ഇതാണ് അവസ്ഥ. നല്ല ഒഴുക്കുണ്ട്, അടിപൊളി ഒഴുക്കുണ്ട്. അല്ല വണ്ടി ഓക്കെ നടന്നാണല്ലേ? ഇതുപോലെ തന്നെ ചെറിയ റോഡ് തന്നെയാണോ? അങ്ങനല്ലേ?
ആയിക്കോട്ടെ. ആ ആ വേണ്ട, റിസ്ക് എടുക്കില്ല, നടന്നോളാം. എൻ്റെ മോനെ ആൾക്കാരൊക്കെ വളരെ ഫ്രണ്ട്ലി ആണല്ലോ. ഇത് നമ്മുടെ ഏരിയ തന്നെയാണോ? എൻ്റെ മോനെ വൈബ് കിട്ടോ. നല്ലൊരു മഴയ്ക്കുള്ളൊരു സാധ്യത ഉണ്ട്. നൈസായിട്ടൊരു കാറ്റുണ്ട്. അതായത് പക്ക നമ്മളെന്താ പറയുക, കുളിർക്കാറ്റ് എന്ന് പറയില്ലേ, ആ കാറ്റ്. ഞാൻ ഇപ്പോൾ ആക്ച്വലി അവിടെ നിൽക്കുമ്പോൾ കറക്റ്റ് ഈ പുഴയുടെ നടുക്കില്ല. ഒന്ന് പാലം കൈവിട്ട് തന്നാൽ, പക്ഷെ അത് അത്ര ആഴില്ല എന്ന് തോന്നിട്ടു. ഈ ഭാഗത്തൊന്നും ആഴില്ല അത്ര, ഏതോ ചെറിയൊരു ഏരിയയിലേക്ക് ആഴം കൂടുതലുള്ളൂ. ഈ ഭാഗത്ത് ആഴുണ്ടോ? ഇല്ല, ഈ ഭാഗത്ത് അത്ര ആഴം കാണുന്നില്ല. ഇല്ല, ഈ ഭാഗത്തൊന്നും ആഴില്ല. ഓക്കെ, കുഴ എരുന്നുണ്ട്, എന്താ പറയുക, കക്കയോ അങ്ങനെയാണോ പറയുക? ഈശ്വര, അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാനുള്ള ദൈവമേ. ഇതൊക്കെ വിണ്ട് കയറി കിടക്കണം. ഈൻ്റെ മോനെ ഇവിടെ വൈബാണല്ലോ ബ്രോ. അങ്ങോട്ട് പോകുമ്പോൾ പാലത്തിന് മുകളിൽ നിന്ന് മത്സ്യം പിടിക്കാൻ പാടുള്ളതല്ല. ഇവിടെ മീൻ പിടിക്കാൻ പാടില്ലേ? അവിടെ മീൻ പിടിക്കാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല. നൈസാണ്. കുറച്ചൊന്ന് നടന്നു നോക്കാം. അങ്ങനെയൊക്കെ ഒന്ന് നടക്കട്ടെ. പാമ്പൊന്നും ഉണ്ടാവാതിരുന്നാൽ മതി. ഈശ്വര, നടിക്കല്ലേ. പട്ടിയൊക്കെ കൊരിക്കുന്നുണ്ട്. ഇവിടെ നോക്കട്ടെ, പട്ടിയാണോ പെരുപാമ്പട്ടുണ്ടോ? ഓക്കെ, അവിടെ ഫുൾ പട്ടിയാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മളിവിടെ തന്നെ നിൽക്കുന്നത്. കാരണം ഒറ്റയ്ക്കാണ്, എനിക്ക് ഒറ്റയ്ക്ക് ഓടാൻ വയ്യ. കമ്പനിക്ക് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഓടിയാനെ. അടിപൊളി വ്യൂ ആണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കത്. അതുപോലെ പരുന്തൊക്കെ വന്ന് മീൻ പിടിക്കണം കാണാം. കുറേ ചെറിയ ചെറിയ ഞണ്ടികളില്ലേ, മറ്റേ ശംഖുകളില്ലേ, അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോണ കാണാം. അപ്പോൾ സോ എനിവേ, സ്ഥലം വളരെ വൈബാണ്. ഇനി അടുത്ത പ്രാവശ്യം ചായയൊക്കെ കൊണ്ടുവരാം. 2-3 ചെക്കന്മാരെയും കൂട്ടി ചില്ല് ചെയ്തങ്ങ് പോവാം. സോ എനിവേ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഗുഡ് ബൈ.